സംസ്ഥാനത്തെ സർവകലാശാലകളിലെ വിവിധ വിദ്യാർത്ഥി വിഷയങ്ങളിൽ ഗവർണറുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ABVP ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി ABVP പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി. LLB വിദ്യാർത്ഥികളുടെ പുനർമൂല്യനിർണ്ണയത്തിലെ പ്രശ്നങ്ങളും വിഷയത്തിൽ ABVP നടത്തുന്ന സമരവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായതായി അറിയാൻ കഴിയുന്നു. ശാലിനി വിവരങ്ങൾ നൽകാൻ തയ്യാറാണ്. ശാലിനി, ABVPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരാണല്ലോ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥി പരിഷത്ത് ഗവർണർക്ക് മുന്നിൽ വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ശാലിനി? ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ അതിൽ ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ABVPയുടെ ഒരു സംഘം ലോക്ഭവനിലെത്തി അദ്ദേഹത്തിനെ കാണുകയും ആവശ്യങ്ങൾ അറിയിക്കുകയും ചെയ്തത്. പ്രധാനമായും ഈ കേരള സർവകലാശാലയ്ക്ക് കീഴിൽ ലോ കോളേജുകളിൽ നടക്കുന്ന ചില പരീക്ഷകളും അതുമായി ബന്ധപ്പെട്ട മൂല്യനിർണ്ണയത്തിലെ അപാകതകളും അടക്കമുള്ള കാര്യങ്ങൾ ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളടക്കം സർവകലാശാല ആസ്ഥാനത്ത് ABVP നടത്തിയ പ്രതിഷേധ സമരങ്ങളും അതിന്റെ സ്വഭാവവും എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളും ഗവർണറെ ധരിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കാലടി സർവകലാശാലയിൽ നടന്നിട്ടുള്ള VC സിസ തോമസിനെതിരെ നടന്നിട്ടുള്ള SFIയുടെ അതിക്രമവും അധിക്ഷേപവും ഒപ്പം തന്നെ ചില സമരാഭാസങ്ങളുമാണ്. ഇക്കാര്യവും ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കൃത്യമായ ഇടപെടൽ വേണമെന്നുള്ളതാണ് ഗവർണർക്ക് മുൻപിൽ ABVPയുടെ നേതാക്കന്മാർ വെച്ചിട്ടുള്ള ഉപാധി എന്നുള്ളത്. അതിൽ ABVP സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ വൈശാഖ് സദാശിവൻ, സംസ്ഥാന സംഘടനാ സെക്രട്ടറി NCT ശ്രീഹരി, തിരുവനന്തപുരം വിഭാഗ് സംഘടനാ സെക്രട്ടറി KM വിഷ്ണു ഉൾപ്പെടെ തിരുവനന്തപുരം ജില്ലാ ചുമതലയുള്ള BS അഭിനന്ദ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഗവർണറെ നേരിട്ട് കണ്ട് ഈ ആവശ്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ കാലടി സംസ്കൃത സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഗവർണർ കഴിഞ്ഞ മണിക്കൂറിൽ നിർണായകമായിട്ടുള്ള ചില ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ കാര്യക്ഷമമാക്കണം, കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടി വേണമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് ABVP പറയുന്നത്. കാരണം സംസ്ഥാനത്തെ പല സർവകലാശാലകൾ കേന്ദ്രീകരിച്ചും SFI നടത്തുന്ന ഇത്തരം സമര ആഭാസങ്ങൾ, ഒപ്പം തന്നെ ഗുരുക്കന്മാരോടുള്ള നിന്ന, ഗുരുക്കന്മാരെ പൊതുമധ്യത്തിൽ അപമാനിക്കുക, കയ്യേറ്റം ചെയ്യുക, ഇത് അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് ABVPയുടെ നിലപാട്. അത് ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കാര്യമായ നടപടി തുടർ നീക്കങ്ങൾ ഉണ്ടാകണമെന്നുള്ളതാണ് ഗവർണറെ അറിയിച്ചിട്ടുള്ളത്. തൊട്ടു പിന്നാലെ തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരള സർവകലാശാലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നിട്ടുള്ള പരീക്ഷകളുമായി ബന്ധപ്പെട്ട ചില ക്രമക്കേടുകൾ, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ലോ കോളേജുമായി ബന്ധപ്പെട്ട LLB പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം. പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റ് എടുത്തിട്ടുള്ള ചില നിർണായക തീരുമാനങ്ങൾ അത് വിദ്യാർത്ഥികൾക്കെതിരാണ്. അതിലൊരു പുനഃപരിശോധന വേണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും അനുഭാവപൂർവ്വമായ നടപടികൾ, തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഗവർണർ ഈ സംഘത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശം, മറുപടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് കൃത്യമായ നിലപാടും നടപടിയും സ്വീകരിക്കുകയാണ് ഈ ഘട്ടത്തിൽ. ഒരു ഭാഗത്ത് SFI സമരാഭാസങ്ങൾ നടക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നുകൊണ്ട് ABVP ഗവർണർക്കടക്കമുള്ളവർക്ക് മുൻപിലേക്ക് എത്തി നടപടികൾ തുടരുകയാണ്. ഗൗതം. ഓക്കെ ശാലിനി, എന്തായാലും ABVPയുടെ സംസ്ഥാന നേതാക്കളാണ് ഗവർണർ വിശ്വനാഥ് അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്. സംസ്ഥാനത്തെ വിദ്യാർത്ഥി സമൂഹം നേരിടുന്ന വിവിധ വിഷയങ്ങളിൽ രാജ്ഭവന്റെ ഇടപെടൽ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ABVP സംസ്ഥാന അധ്യക്ഷൻ വൈശാഖിന്റെ നേതൃത്വത്തിൽ സംഘടനാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. ശാലിനി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.